തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. സ്ത്രീകൾ തങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് സമൂഹത്തിൽ മുന്നോട്ട് വരണമെന്ന് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ എലിസബത്ത് അസീസി. സ്ത്രീകൾ ശക്തരും സമൂഹത്തിൽ പുരുഷനോടൊപ്പം ഏതൊരു തൊഴിലും കൈകാര്യം ചെയ്യാൻ പ്രാപ്തയാണെങ്കിലും അവൾക്ക് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ ഇപ്പോഴും ലഭിക്കാതെ പോകുന്നു എന്നത് നാം തിരിച്ചറിയണമെന്നും നിയമനിർമ്മാണ സഭയിലും മന്ത്രിസഭയിലും ഇതര ഭരണനിർവഹണ മേഖലയിലും സ്ത്രീകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള പ്രാധാന്യം അവർക്ക് ലഭിക്കുന്നില്ല എന്നത് സ്ത്രീകൾ തിരിച്ചറിയപ്പെടുകയും അവർക്ക് അർഹതപ്പെട്ട സ്ഥാനമാനങ്ങൾ അവൾ തന്നെ സ്വായത്തമാക്കുവാൻ ശ്രമിക്കണമെന്നും കേരള സംസ്ഥാന തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർപേഴ്സൺ എലിസബത്ത് അസീസി വ്യക്തമാക്കി. സർവ്വമേഖലയിലും സ്ത്രീകൾ തങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടും കേരള സംസ്ഥാന രൂപീകരണത്തിനു ശേഷം നാളിതുവരെ കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകാതെ പോയതും സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല എന്നതിന് ഒരു ഉദാഹരണമാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കൊച്ചി കാരുണ്യ സംഘവേദി സംഘടിപ്പിച്ച ആദരവ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു എലിസബത്ത് അസീസി. ആദരവ് സമ്മേളനം പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാഗാന്ധിയെ പോലെ കരുത്തുള്ള വനിതകൾ സമൂഹത്തിൽ നിന്ന് ഇനിയും ഉയർന്നു വരേണ്ടതാണെന്ന് അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ബാക്കി 167 അപ്പോഴത്തേക്ക് മുന്നോട്ട് പോകുമായിരിക്കും. ഏതായാലും സിസ്റ്റർ ഒരു എക്സാമ്പിളും അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. ഞാൻ MLA ആയിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു പരിപാടിക്ക് വന്നപ്പോൾ എനിക്ക് അന്ന് 200ാമത്തെ വീടാൻ തോന്നുന്നു അല്ലേ, അന്ന് 200ാമത്തെ വീടിൻ്റെ സമയത്താണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത്. അതുപോലുള്ള സിസ്റ്റർ ഞാൻ പലതവണ വിളിച്ചു, സിസ്റ്റർ വന്നിട്ടില്ല. പുള്ളിയിലോട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും സിസ്റ്റർ സമൂഹത്തിന് ചെയ്യുന്ന വലിയ സേവനം അത് എപ്പോഴും മാതൃകയാണ്. അതുകൊണ്ടാണ് സിസ്റ്ററിനെ ഞാൻ പുതുപ്പള്ളി ഫെസ്റ്റിന് ഞങ്ങൾ നടത്തിയ ഫെസ്റ്റിനെ വിളിച്ചു വരുത്തി ആദരിച്ചതും അതുകൊണ്ട് തന്നെയാണ്. കാരണം സിസ്റ്റർ ചെയ്യുന്ന സേവനം ഒരു വ്യക്തിക്ക് 216 വീട് ചെയ്യാമെങ്കിൽ നമുക്ക് ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചാൽ എന്തുമാത്രം സഹായം ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഏറ്റവും ഈ സ്ത്രീരത്ന പുരസ്കാരത്തിന് അർഹയായ ഒരു വ്യക്തിത്വം തന്നെയാണ് റവറൻഡ് സിസ്റ്റർ ഗ്രേസി ചക്കാലക്കൽ എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഒരു ഭവനം നിർമ്മിക്കുവാൻ തന്നെ ഏറെ കഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കായി 214 ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുവാൻ നേതൃത്വം നൽകിയ സിസ്റ്റർ ലിസി ചക്കാലക്കലിന് കാരുണ്യ സംഘവേദിയുടെ സ്ത്രീരത്ന പുരസ്കാരം 2026 നൽകി ആദരിച്ചു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻ ജുഡീഷ്യൽ അംഗവും ജില്ലാ ജഡ്ജിയുമായിരുന്ന P. മോഹൻദാസ് ഉപഹാര സമർപ്പണം നടത്തി. സേവനത്തിൽ നിന്നും വിരമിക്കുന്ന സിസ്റ്റർ ഫിലിമിൻ മാത്യു, വനിതാ പ്രവർത്തകർ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. കാരുണ്യ സംഘവേദി വൈസ് പ്രസിഡന്റ് TP സോഫിയ അധ്യക്ഷയായി. ഡിവിഷൻ കൗൺസിലർ സുമിത് ജോസഫ്, കാരുണ്യ സംഘവേദി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൺവീനർ ലില്ലി ആന്റണി, പാലിയേറ്റീവ് കമ്മിറ്റി കൺവീനർ ജോയ്സ് ആന്റണി, ജെയിൻ TJ, മേരി ലിസി MA, മേരി മോളി CJ, സഫിയ PM, ഫിലോമിന ആന്റണി, ക്ലാര കാമില എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.